അടുത്തൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ സായുഷം കെട്ടിടത്തിൻ്റെ വിശേഷങ്ങളാണ്. ഓൾറെഡി നമ്മുടെ പഴയ കെട്ടിടത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലെനിക്ക് ഒരുപാട് സപ്പോർട്ട് നിങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അതിനെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഓച്ചിറ വലിയ കുളങ്ങര എന്ന സ്ഥലത്താണ് നമ്മുടെ സായുഷം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പഴയ സായുഷ്യത്തിലേക്ക് വരുന്ന സെയിം വഴി എന്നാണ്. പഴയ നമ്മുടെ സായുഷം ഇരുന്ന അതേ സ്ഥലത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് നമ്മുടെ പുതിയ ബിൽഡിംഗ് നമ്മൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പഴയ സായുഷം കെട്ടിടത്തിൽ നിന്നും വളരെ മനോഹരമായ ഒരു സ്ഥലത്തിലേക്കാണ് നമ്മുടെ അച്ഛന്മാരെ അമ്മമാരെ നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷത്തോടെ ഞാൻ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യാണ്. അറൗണ്ട് ഏകദേശം ഒരു 75 ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് നമുക്ക് സായുഷം കെട്ടിടം പണി കഴിപ്പിക്കാനായിട്ട്. 20 സെൻറ്റിലാണ് ഈ സായുഷം കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓച്ചിറ വലിയ കുളങ്ങര പുന്തല ജംഗ്ഷന് സമീപം ലൈറ്റ് ലാൻഡ് ഇൻ്റർനാഷണൽ സെൻട്രൽ സ്കൂളിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സായുഷം
സ്ഥിതി ചെയ്യുന്നത്. അച്ഛൻ്റെ പേരെന്താ? ഗോപാലകൃഷ്ണൻ. എവിടെ സ്ഥലം എവിടെയായിരുന്നു? കാപ്പിയെ കുടിച്ചോ? കാപ്പിയെ കുടിച്ചോ? അപ്പോൾ കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഇവിടെ വന്ന് മരുന്ന് അടിക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ സാറിൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇവിടെ വന്ന് കഴിച്ചേക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് അവിടെ നിന്ന് കിളിയെ രണ്ട് ആളുകൾ കൂടി കഴിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഇരുന്നപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ എളുപ്പം കയറി വന്നത്. പിന്നെ ഇവിടെ കിടന്ന് ഇവിടെ നിന്ന് അവർ രണ്ടുപേരും ഒരാൾ അതിനകത്ത് കിടപ്പുണ്ട്. അത് സുഖമില്ലാത്ത ആളാണ്. എല്ലാം നടക്കാനും ഒക്കെ വലിയ പാടാണ്. മറ്റേ രണ്ടുപേരും അവിടെ ഉണ്ട്. അവരെയൊക്കെ കാപ്പി ഇവിടെ കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. പേര് എന്താ? എൻ്റെ പേര് വിഭ. വിഭ. എവിടെ സ്ഥലം? എവിടെയാ? വലിയുളങ്ങര. സ്വന്തം സ്ഥലം ആലപ്പാട്. ആലപ്പാട്. വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഇവിടെ. ഇവിടെ ഒരുപാട് നാളായോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? സാഹിത്യത്വം ഒത്തിരി വർഷം കൊണ്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കുക്ക. ഇവിടെ കുളങ്ങര വെച്ച് ഉള്ളത്. ഞാൻ അവിടെ ജോലി ഉണ്ടല്ലേ? കൊണ്ടുവന്നതിന് ശേഷമാണ് അവിടെ ഈ ജോലിക്ക് ഇറങ്ങിയത്. ഇവിടെ എങ്ങനെ ജോലിക്ക് വന്നേ? എങ്ങനെ ഇവിടെ സാറ് വിളിച്ച് അങ്ങനെ വന്നു. അമ്മമാരെ നോക്കാനായിട്ടാ ഞാൻ ആദ്യമേ വന്നത്. പിന്നീടാണ് വേറെ കോയിനേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ കുക്കാണ്. ഇതിന് മുമ്പ് നിന്നിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് ഹോട്ടലിൽ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ഹോട്ടലിലും കുക്കായിരുന്നു. അപ്പൊ അതിനുശേഷം സാറ് വിളിച്ചാണ് ഞാനിവിടെ അമ്മമാരെ നോക്കാൻ. ജോലി കയറിയപ്പോ എങ്ങനെ ആണ്? പോകുന്നില്ല, നല്ല രീതിയിലൊക്കെ പൊതുഭഗവാനെ വിചാരിച്ച് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരെയും നല്ല രീതിയിലാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. നല്ല ഭക്ഷണമാണ് വെച്ചു കൊടുക്കുന്നത്. അല്ല ഇതുവരെ ഒരു കുഴപ്പവും നമ്മളിൽ നിന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അനുഗ്രഹം കൊണ്ടാണ് നല്ലൊരു കെട്ടിടമായി. നല്ല കെട്ടിടമായി. ഇതുവരെ നമ്മൾ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കിട്ടിയത് തന്നെ നല്ല കാര്യം. വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഞങ്ങൾ ജോലിക്കാര്, സാറന്മാരും എല്ലാവരും നല്ല രീതിയിൽ.
ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ബ്ലോക്കുകളെല്ലാം ഓരോരുത്തരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കിവിടെ 3 ബ്ലോക്കായിട്ടാണ് ഉള്ളത്. കെ രാജേന്ദ്രൻ നായർ ബ്ലോക്ക്, കെ ബാലൻ പിള്ള ബ്ലോക്ക്, പി കെ കൃഷ്ണ ബ്ലോക്ക്. ഈ 3 പേരിലാണ് നമ്മുടെ സായുഷം ബ്ലോക്കുകൾ അറിയപ്പെടുന്നത്. സത്യസായി സംഘടനയിൽ സായുഷമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഭാഗം വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഈ 3 പേരും. അതുകൊണ്ടാണ് ഈ 3 പേരുടെ പേരിലും ഈ ബ്ലോക്കുകൾ അറിയപ്പെടുന്നത്.